ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ലക്സംബർഗിലോട്ടുള്ള വിസനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലക്സംബർഗ് അൺസ്കിൽഡ് വിസ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്സംബർഗിലോട്ട് നമ്മൾ എന്തിനു മൂവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രീനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലക്സംബർഗ് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാം. അങ്ങനെ ഒരു രാജ്യമുണ്ട് ലക്സംബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺട്രി. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ എന്താണ് അവരോട് ഒരുപാട് ലേബർ ഷോർട്ടേജൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവർ പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഏജൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് അങ്ങനത്തെ കുറച്ച് ഏജൻസീസാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ലക്സംബർഗിലോട്ട് നമ്മൾ മൂവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, എന്തുകൊണ്ട് ആളുകൾ ലക്സംബർഗിലോട്ട് മൂവ് ചെയ്യുന്നു, അതേപോലെ മൈഗ്രേറ്റ് ചെയ്യുന്നു, അതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ തീർച്ചയായിട്ടും നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമത്തത് സാലറി തന്നെയാണ്, പൈസ എന്നുള്ളതാണ്. കാരണം ഒരു മന്ത്ലി ഒരു 4000 യൂറോ വരെ നമുക്ക് എന്താണ് ലക്സംബർഗിൽ വർക്ക് ചെയ്താൽ കിട്ടും. കാരണം അവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് ഒരു സ്കിൽഡ് ജോബിന് 4000 യൂറോ കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അതേപോലെ തന്നെ അവിടുത്തെ ടാക്സ് സിസ്റ്റം മറ്റ് യൂറോപ്യൻ കൺട്രീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള ടാക്സ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ അടുത്തത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറാണ് ആരാണ് നിങ്ങൾക്ക് അവരെയും കൂടെ കൊണ്ടുപോകാം ഈ ഒരു സ്കീം അനുസരിച്ചിട്ട്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ ഒരു യൂറോ പോലും പേ ചെയ്യേണ്ടതല്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതേപോലെ തന്നെ പിന്നെ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ലെവലൊക്കെ നമ്മളെടുത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കുറവാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. 5.5 സംതിങ് അങ്ങാണ്ടൊക്കെ വരുന്നുള്ളൂ. അതേപോലെ തന്നെ പിന്നെ നമുക്ക് അവിടുത്തെ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾ അവിടുത്തെ ഒരു സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കൺട്രിയിലും യാത്ര ചെയ്യാം. യൂറോപ്യൻ യൂണിയനിൽ പെട്ട ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അത് ഷെങ്കൻ വിസയാണ് അതിന് മെയിനായിട്ട് വരാനുള്ള കാരണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെ യാത്ര ചെയ്യാന്നുള്ളത് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെൽത്ത് സെക്ടേഴ്സ്, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്, അതേപോലെ തന്നെ ഫൈനാൻസ് സെക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഫീൽഡിലോട്ടെല്ലാം എന്താണ് ജോബ് അവൈലബിൾ ആണ്. ഏജൻസീസ് ഉണ്ട്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിലൂടെ നമുക്ക് കുറച്ച് ജോലിയൊക്കെ കണ്ടുപിടിക്കാം. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഏതൊക്കെയാണെന്ന് നോക്കാം. ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഒന്ന് റോബോട്ട് ഹാൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസാണ്. അതേപോലെ തന്നെ INS ഗ്ലോബൽ, അതേപോലെ തന്നെ സോഫി ടെക്സ് ടാലൻറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് എന്താണ് മൈക്കിൾ പേജ്, ഇങ്ങനെയുള്ള കുറച്ച് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഒരു 7-8 റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് വരുന്നുണ്ട്, AP എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസൊക്കെ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരെ കരിയർ പേജ് ചെക്ക് ചെയ്യുക. അതിലോട്ട് നിങ്ങളുടെ CVയും അതേപോലെ തന്നെ നിങ്ങളുടെ കവർ ലെറ്റർ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV കവർ ലെറ്റർ വെച്ചിട്ട് ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് പേജിൽ കയറുക. കരിയറിൽ കയറിയതിന് ശേഷം അതിൽ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള രീതിയാണ് നമ്മൾ അതിനകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ജെനുവിൻ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസാണ്. നമുക്കൊരു ജോലി കിട്ടിയെന്ന് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണമെന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് അടുത്തതുള്ള ഡൗട്ട്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 80 യൂറോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസൻ്റെ ആപ്ലിക്കേഷൻ്റെ പൈസയാണ് 80 യൂറോ എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ പിന്നെ വേണ്ട നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട്, അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഏത് കമ്പനിയിൽ നിന്നാണ് ജോലി കിട്ടിയത് ആ കമ്പനിയിൽ നിന്ന് ഒരു ജോബ് കോൺട്രാക്ട് ഉണ്ടാവും, അതിൻ്റെ കോപ്പി വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം. നിങ്ങളവിടെ താമസിക്കുന്നത് അക്കോമഡേഷൻ അതിൻ്റെ ഡീറ്റെയിൽസും അതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. പിന്നെ നിങ്ങളെ ഒരു മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസും കൂടെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടി വരുന്നത് മെയിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ജോലി കണ്ടുപിടിക്കുക, ഒരു ജോബ് അവിടെ സെറ്റാക്കുക എന്നുള്ളതാണ്. ജോബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സിലൂടെ നമുക്ക് കയറിയിട്ട് നമ്മളുടെ ബയോഡാറ്റയും അതേപോലെ തന്നെ നമ്മുടെ ഈ കാര്യങ്ങളും കവർ ലെറ്റർ എല്ലാം വെച്ചിട്ട് നമ്മൾ ആ ജോലീൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണോ അത് മാത്രം നിങ്ങൾ വെച്ചിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ് ജോലിയായിട്ട് മാച്ച് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ അതിൽ വെക്കാണ്ടിരിക്കുക. കാരണം റിജക്റ്റ് ആവും. കാരണം എന്താണ് ജോലിൻ്റെ റിക്വയർമെൻറ്റ്സ് അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. മാച്ച് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക. ചിലതിനൊന്നും എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളത് തന്നെയാണ്. ചില ജോബ്സിനെല്ലാം എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് വേണ്ടാത്ത ജോബ് ഏതാണെന്ന് നോക്കുക. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് വേണ്ട ജോബ് ഏതാണെന്ന് നോക്കുക. അതുവഴി നിങ്ങൾക്ക് എന്താണ് ഒരു ജോബ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം തീർച്ചയായിട്ടും കുറേ പേർക്ക് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. മീൻസ് നമ്മൾ കുറച്ച് പേരെന്ത് ചെയ്യും, കുറേ CV അയക്കും, പിന്നെ മടി പിടിച്ചിട്ട് അവർ ബാക്കിലോട്ട് നിൽക്കും, അവർ അയക്കില്ല. കാരണം എന്താണ്, നമ്മൾ ഒരു 100 അയച്ചെങ്കിൽ തന്നെ നമുക്കൊരു രണ്ട് ജോബെങ്കിലും നമുക്ക് സെറ്റ് ആവുള്ളൂ. അപ്പം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ജോലിക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.